പുതിയവിള നടുവിലെ മുറി 5221 നമ്പർ NSS കരയോഗത്തിന്റെ കുടുംബസംഗമം വിദ്യാർത്ഥികൾക്കുള്ള എൻഡോമെന്റ് വിതരണം, ചികിത്സാ സഹായ വിതരണം എന്നിവ നടത്തി. കാർത്തികപ്പള്ളി താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് TR വേണുഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു. പുതിയവിള നടുവിലെ മുറി 5221 നമ്പർ NSS കരയോഗത്തിന്റെ കുടുംബസംഗമം വിദ്യാർത്ഥികൾക്കുള്ള എൻഡോമെന്റ് വിതരണം, ചികിത്സാ സഹായ വിതരണം എന്നിവ നടന്നു. കരയോഗം പ്രസിഡന്റ് അഡ്വക്കേറ്റ് L വേലായുധൻ പിള്ളയുടെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ കാർത്തികപ്പള്ളി താലൂക്ക് NSS യൂണിയൻ പ്രസിഡന്റ് TR വേണുഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു വിദ്യാർത്ഥിയെ പഠിപ്പിക്കാൻ നമ്മൾ പണ്ടത്തെ പോലെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് അവനെ എങ്ങനെ പഠിപ്പിക്കും, എനിക്കറിയത്തില്ല എന്നുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അത്തരം സാഹചര്യങ്ങളെ നേരിടുന്ന രക്ഷകർത്താക്കളുണ്ടെങ്കിൽ ഒരു വിദ്യാർത്ഥികളെ എങ്ങനെ പഠിപ്പിക്കണം, എന്ത് ചെയ്യണം, അവൻ്റെ കരിയർ എങ്ങനെ ആക്കണം എന്ന് ചിന്തിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുന്നവർക്ക് വേണ്ടി നായർ സർവീസ് സൊസൈറ്റി കാർത്തികപ്പള്ളി താലൂക്ക് യൂണിയൻ കരിയർ ഗൈഡൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗം നമ്മൾ നടത്തപ്പെടുന്നുണ്ട്. ആ സംഗതി കരിയർ ഗൈഡൻസിലേക്ക് പരമാവധി വിദ്യാർത്ഥികളെ എത്തിച്ചുകൊണ്ട് അവർക്ക് വേണ്ട ഭാവി പരിപാടികൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ നിങ്ങൾ തയ്യാറാണ്. അത്തരം തീരുമാനങ്ങൾ എടുക്കുവാനുള്ള സാഹചര്യങ്ങൾ കാർത്തികപ്പള്ളി താലൂക്ക് യൂണിയൻ്റെ നായർ സർവീസ് സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് പ്രയോജനപ്പെടുത്താതെ അവനെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ചുള്ള മേഖലകളിലേക്ക് ഡൈവേർട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഒരു രക്ഷകർത്താവ് എന്ന നിലയിൽ എൻഡോമെന്റ് വിതരണം നടത്തുന്ന ഈ സമയങ്ങളിൽ എനിക്ക് നിങ്ങളോട് കൺവേ ചെയ്യാനുള്ള എൻ്റെ അഭിപ്രായത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ജീവിതം കൊണ്ട് തന്നെ അറിയാൻ പറ്റും. കാരണം ഇതിനൊക്കെ തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ നായർ സർവീസ് സൊസൈറ്റിയുടെ ഒരു കാർത്തികപ്പള്ളി താലൂക്ക് യൂണിയനാണ് ഇന്ന് പ്രവർത്തിക്കുന്നത്. അത്തരം പ്രവർത്തനങ്ങളിൽ നിങ്ങൾ മാക്സിമം പങ്കാളികളാകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ആ വിഷയത്തിൽ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണുള്ളത്. ഈ നായർ സർവീസ് സൊസൈറ്റിയുടെ പ്രവർത്തകർ എന്ന നിലയിൽ നമ്മൾ അപ്രാപ്യമായത് ഒന്നും ഉണ്ടെന്ന് വിശ്വസിക്കേണ്ട ആളുകളല്ല നമ്മളാരും. പ്രാപ്യമായത് മാത്രമേ ഇന്ന് നിലവിൽ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ബഹുദാകരണീയനായ നമ്മുടെ ആചാര്യൻ മാത്രമാണ്. ആചാര്യനെ മാത്രം നോക്കി പഠിച്ചാൽ മതി. നമുക്ക് ആചാര്യൻ്റെ ജീവചരിത്രം മാത്രം പഠിച്ചാൽ 1878 മുതൽ 1970 വരെയുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതചര്യ പഠിച്ചാൽ എങ്ങനെ ഒരാൾക്ക് അപ്രാപ്യമായ ഏത് കാര്യവും പ്രാപ്യമാക്കാൻ പറ്റും എന്ന നിലയിൽ നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റും. ആ ഒരു ജീവിതത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ, അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ, അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ എത്രമാത്രം ഈ സമുദായത്തിനും സമൂഹത്തിനും ഗുണകരമായ രീതിയിലാണ്. കരയോഗം സെക്രട്ടറി G രാജേഷ് സ്വാഗതം പറഞ്ഞു. യൂണിയൻ ഭരണസമിതി അംഗം SK ജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. യൂണിയൻ സെക്രട്ടറി സന്തോഷ് കുമാർ, SS നായർ, K രാജൻപിള്ള, സജീവ്, രാജഗോപാൽ, അഡ്വക്കേറ്റ് സുനിൽകുമാർ, ബാലകൃഷ്ണൻ നായർ, ചന്ദ്രശേഖരപിള്ള, രാജലക്ഷ്മി, ശോഭനാകുമാരി, B ഇന്ദിര എന്നിവർ സംസാരിച്ചു. M ബാലകൃഷ്ണൻ നായർ നന്ദി പറഞ്ഞു. ശ്രീ മന്നത്ത് പത്മനാഭന്റെ മാതാവ് പാർവതി അമ്മ ഒരു നിലവിളക്ക് കൊളുത്തി 14 പേർ ചേർന്ന് ചെയ്ത പ്രതിജ്ഞയുടെ പരിണത ഫലമാണ് നായർ സർവീസ് സൊസൈറ്റി എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഈ പ്രസ്ഥാനം രൂപം കൊള്ളുന്നത്. ഈ പ്രസ്ഥാനം രൂപം കൊള്ളുമ്പോൾ അവരെടുത്ത ഒരു പ്രതിജ്ഞയോടൊപ്പം തന്നെ 2 കാര്യങ്ങൾ കൂടെ സൂചിപ്പിക്കുകയുണ്ടായി. ഒന്ന്, NSS എന്ന് പറയുന്നത് നോട്ട് ഫോർ മീ ബട്ട് ഫോർ യു. ഇതാണ് മന്നത്ത് പത്മനാഭൻ പറഞ്ഞ ആപ്തവാക്യം. NSS എന്ന് പറയുന്നത് നോട്ട് ഫോർ മീ, എനിക്ക് വേണ്ടിയല്ല, നോട്ട് ഫോർ യു, നിങ്ങൾക്ക് വേണ്ടിയാണ്. അതുപോലെ ഒരു കാര്യം കൂടെ അദ്ദേഹം പറഞ്ഞു, സർവീസ് ഈസ് വർഷിപ്പ്. വർഷിപ്പ് എന്ന് പറയുന്ന സർവീസാണ്. നിങ്ങൾ ദൈവത്തെ ആചരിക്കുവാൻ അമ്പലത്തിൽ പോകേണ്ട കാര്യമില്ല, സർവീസ് മതി. എന്താ സർവീസ്? സേവനം. അപ്പം നിർത്തരായിട്ടുള്ള ആളുകളുടെ സമുദായത്തിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളെ സഹായിച്ചാൽ മതി, അത് ദൈവത്തെ ആചരിക്കുന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞാൽ ഈ 2 കാര്യങ്ങൾ പറഞ്ഞ ലോകത്ത് മറ്റാരും പറയാത്ത ഈ 2 കാര്യങ്ങൾ പറഞ്ഞ മഹാനുഭാവനായിരുന്നു ശ്രീ മന്നത്ത് പത്മനാഭൻ. അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ അതിൽ അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുകയും ചെയ്തു എന്നുള്ളത് പ്രത്യേകം നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരിക്കലും നായർ സമുദായത്തിന് വേണ്ടി മാത്രം, സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിച്ച മഹാനായിരുന്നില്ല മന്നത്ത് പത്മനാഭൻ. വൈക്കം സത്യാഗ്രഹത്തിൽ അദ്ദേഹം നേതൃത്വം നൽകിയത് നായർ സമുദായത്തിന് വേണ്ടി മാത്രമായിരുന്നില്ല. CD നെറ്റ് ന്യൂസ്, കായംകുളം.